എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് നാടൻ പലഹാരമായ മുന്തിരിക്കൊത്താണ്. കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിലാണ് ഈ പലഹാരം കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കിലോ ശർക്കര എടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ച് തിളപ്പിക്കാം. ഒരു 2 കപ്പ് തേങ്ങ വറുത്തെടുക്കാം. തീയലിനൊക്കെ തേങ്ങ വറുക്കില്ലേ, അതേപോലെ ഇത് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ 3-4 ഏലക്കയും കൂടെ ഇടാം വറുക്കാൻ. അപ്പോൾ പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഓണത്തിന് ഒരാഴ്ച മുമ്പ് അമ്മ ഉണ്ടാക്കി വയ്ക്കാറുള്ള പലഹാരത്തിൽ ഒന്നായിരുന്നു ഇത്. ഒരു 2 ആഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏതാണ്ട് പരുവായിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി 2 കപ്പ് ചെറുപയർ നന്നായി വറുത്തെടുക്കണം. റെഡിയായി വന്നിട്ടുണ്ട്. തണുക്കാനായിട്ട് ഇനി മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചെടുക്കാം. ചെറിയ തരി പോലെ കാണണം. നന്നായി അങ്ങ് പൊടിഞ്ഞു പോകരുത്. കടിക്കാനായിട്ട് തരി കാണണം. ഇനി പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഏലക്ക വറുത്ത് വെച്ചിരുന്ന ഏലക്ക എടുത്ത് വേറെ പൊടിച്ചെടുക്കണം. ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി അരിച്ചു വച്ചിരുന്ന ശർക്കരപ്പാനി കുറച്ചായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഒരുമിച്ചങ്ങ് ഒഴിക്കരുത്. ഇനി കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നാലേ അറിയാൻ പറ്റുള്ളൂ ശർക്കരപ്പാനി ഇനി ആവശ്യമുണ്ടോ എന്ന്. ഇനി ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കണമെന്നുള്ളത് മസ്റ്റൊന്നുമല്ല, ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നു എന്ന് മാത്രം. ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. ഞാനൊരു 1.5 കപ്പോളം ശർക്കരപ്പാനി ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരാം. എണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുക്കാം. നൈസായിട്ടുള്ള പൊടി വേണം, ഇടിയപ്പത്തിൻ്റെ പൊടി വേണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇനി വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലങ്ങ് ലൂസായി പോകരുത്, ലൂസും ആയി പോകരുത്, ഭയങ്കരമായിട്ട് കട്ടിയായി പോകരുത്. ആ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. മാവ് കൂടുതൽ ലൂസായാൽ നമ്മൾ ഉരുട്ടി വച്ചിരിക്കുന്ന ഉരുളയിൽ ഇത് പിടിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയും ഈ മാവിൽ മുക്കി എണ്ണയിൽ വറുത്ത് കോരാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം വറുക്കേണ്ടത്. ഇനി ഇത് മറിച്ചിടാം. റെഡി ആയിട്ടുണ്ട്. എല്ലാം വറുത്ത് കോരാം. രുചികരമായ മുന്തിരിക്കൊത്ത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ.